ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 31ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. INC ഇല്ലാത്ത ഒരു എക്സാം പോലും PSC നടത്താറില്ല. ഏതെങ്കിലും ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്നും വരാറുണ്ട്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. INC എന്താണ് INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് INC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കും INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുമ്പോൾ എല്ലാവർക്കും എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും തന്നെ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടൊരു ഡെഫിനേഷനിലേക്ക് പോവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. അതായത് 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയായിരുന്നു എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. മക്കളെ ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1885 ഡിസംബർ 28-നാണ് INC രൂപീകൃതമായത്. ഒത്തിരി PSC എക്സാമുകളിൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണിത്. INC എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സംഘടന രൂപീകൃതമാകാനായിട്ട് ആ രൂപീകൃതവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഒരു പ്രമുഖ സിദ്ധാന്തമുണ്ട്. ഒത്തിരി തവണ PSC ചോദിച്ചതുമാണ് എന്താണ് ആ പ്രമുഖ സിദ്ധാന്തം എന്നുള്ളത്. ആ സിദ്ധാന്തത്തിന്റെ പേരാണ് സുരക്ഷാ വാൽവ് തിയറി എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് എന്നാണ് രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ മക്കളെ 1885 ഡിസംബർ 28-നാണ് രൂപീകൃതമായത്. ഇനി ഏത് പ്രമുഖ സിദ്ധാന്തത്തിന്റെ പിൻബലത്താലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിയറിയുടെ പേരാണ് എന്ത് സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നത് ആരാണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത് അതാണ് വില്യം വെഡർബൻ. ഓക്കെ, വില്യം വെഡർബൻ എന്ന് പറയുന്ന വ്യക്തിയാണ് INC രൂപീകൃതമാകാൻ കാരണമായ പ്രമുഖ സിദ്ധാന്തമായിട്ടുള്ള സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് വില്യം വെഡർബൻ ആണ്. ഇനി ഈ പറയുന്ന വില്യം വെഡർബൻ എന്ന് പറയുന്ന ആളെ ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ മാത്രം ഏതിലേക്ക് പോവുക? ലാലാ ലജ്പത് റായ്. നമുക്കറിയാം പഞ്ചാബ് സിംഹം എന്ന പേരിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തമായിട്ടുള്ള സേഫ്റ്റി വാൽവ് തിയറി, ഈ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് വില്യം വെഡർബൻ ആണ്. വില്യം വെഡർബൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം ഏതിലേക്ക് പോവുക? ലാലാ ലജ്പത് റായ്, പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള ലാലാ ലജ്പത് റായ് ആയിരിക്കും അപ്പോൾ എന്ത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏവോ ഹ്യൂം ആണ്. ഓക്കെ, ഏവോ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ INCയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഏവോ ഹ്യൂം ആണ്. ഏവോ ഹ്യൂമിന്റെ പൂർണ്ണ നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്നതാണ് ഏവോ ഹ്യൂമിന്റെ പൂർണ്ണമായ നാമമാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെടുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മൂന്ന് വിശേഷണങ്ങളും ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൻ ഒക്ടോവിയൽ ഹ്യൂം ആണ് ഇതിന്റെ ഒക്കെ എന്തെന്ന് പറയുന്നത് ആള്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ഇവയെല്ലാം ആരാണ്? യേവോ ഹ്യൂം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമമാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്നത്. ഇനി ഒരിക്കൽ PSC ചോദിച്ചു, ഈ അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്നറിയപ്പെടുന്ന വ്യക്തി ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ഏത് രാജ്യക്കാരനാണ്? സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, അതേപോലെ തന്നെ പിതാവ്, ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ഈ വ്യക്തി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? WC ബാനർജി ആണ്. ഉമേഷ് ചന്ദ്ര ബാനർജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ ആദ്യത്തെ ജനറൽ സെക്രട്ടറി നമ്മൾ പറഞ്ഞു ആരാണ്? യേവോ ഹ്യൂം ആണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അതേപോലെ തന്നെ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് WC ബാനർജി ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതുമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് WC ബാനർജി ആണ്. ഒന്ന് ഓർത്തു വെച്ചോ, റയർ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലെങ്കിൽ WC ബാനർജി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു INC രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാന്നുള്ളത്. അപ്പോൾ അതിക്ക് മുന്നേ വരെയും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലല്ല ഈ ഒരു സംഘടന അറിയപ്പെട്ടത്, അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഏത് പേരിലാ? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരില. അത് എന്നുവരെ അറിയപ്പെട്ടത്? 1884 വരെ. പിന്നീടാണ് 1885 ഡിസംബർ 28-ന് INC എന്ന പേര് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ യൂണിയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് വന്നിട്ടുണ്ട്? അതായത് യൂണിയൻ എന്ന് പറയുന്നത് മാറി അവിടെ എന്ത് വന്നു? കോൺഗ്രസ് എന്ന പദമാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പദം വന്നു, അതിൻ്റെ കൂടെ എന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറ്റിയപ്പോൾ എന്ത് വന്നു പുതിയതായിട്ട്? യൂണിയൻ എന്ന് പറയുന്നത് മാറി അവിടെ കോൺഗ്രസ് എന്ന പദമാണ് കയറി വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ന പദം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന വേർഡ് ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്നാണ്. എന്താണ് കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അസംബ്ലി ഓഫ് പീപ്പിൾ എന്നതാണ് കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? അസംബ്ലി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്തിലേക്ക് മാറി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറി. അങ്ങനെ മാറിയപ്പോൾ കോൺഗ്രസ് എന്ന പദം കടമെടുത്തത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്നാണ്. കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? അസംബ്ലി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഓർത്തു വെച്ചോ, നമ്മൾ പറഞ്ഞ ചോദ്യം ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? വേദിയായത് എവിടെയാണ്? എവിടെയാണ്? ബോംബെയിലാണ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലാണ്. ബോംബെയിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് INCയുടെ ആദ്യ സമ്മേളനം കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോളേജിന്റെ പേരാണ് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി തവണ ചോദിച്ചതാണ് ഈ ഒരു ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ ആണ്. ബോംബെയിൽ എവിടെ വെച്ചാണ് ഇത് കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനത്തിന് വേദിയായത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ INCയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയാക്കാൻ തീരുമാനിച്ചിരുന്ന സ്ഥലം അതായിരുന്നില്ല, അത് പൂനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയാക്കാൻ തീരുമാനിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂനെയാണ്. പക്ഷേ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പൂനെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ മഹാമാരി അല്ലെങ്കിൽ പകർച്ചവ്യാധിയായിരുന്നു പ്ലേഗ്. അപ്പോൾ പ്ലേഗ് വന്നതിനെ തുടർന്നാണ് എങ്ങോട്ടേക്ക് മാറ്റിയത്? പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് ആദ്യ സമ്മേളനം മാറ്റിയത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 72 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രതിനിധികൾ എത്ര പേരാ? 72 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എന്ന് പറയുന്നത്. ഇനി കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പോൾ INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? ബാരിസ്റ്റർ GP പിള്ള. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1889 INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത്. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ട് ഒരേ ഒരു സംഘടനയാണ് വന്നത്. ആ സംഘടനയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് INCക്ക് എതിരായിട്ട് ഫോം ചെയ്ത സംഘടന എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ വക്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്തത്? രൂപീകൃതമായത്. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് വില്യം വെഡർബൻ. കുറച്ചു മുമ്പ് നമ്മൾ ഈ പേര് പറഞ്ഞതാണ്, നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതായത് എന്താണ്? നമ്മുടെ സേഫ്റ്റി വാൽവ് സിദ്ധാന്തം, സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? വില്യം വെഡർബൻ. അദ്ദേഹം ഇല്ലെങ്കിൽ മാത്രം ആര്? നമ്മുടെ ലാലാ ലജ്പത് റായ്. ഇനി ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഓക്കെ, ഓർത്തു വച്ചോ. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസികയാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ഒരു ശാഖ ആരംഭിച്ചു. ആ ശാഖ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഡഗ്ബി ആണ്. ഓക്കെ, അപ്പോൾ വില്യം ഡഗ്ബി ആണ് 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ഒരു ശാഖ ആരംഭിച്ച വ്യക്തിയാണ് വില്യം ഡഗ്ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അതായത് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരായിരുന്നു എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ എന്നാണ്? 1885 ഡിസംബർ 28 INC ഫോം ചെയ്തത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം നമ്മൾ പറഞ്ഞു, അതിന്റെ പേരാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം, അതർവൈസ് നോൺ എന്താണ്? സേഫ്റ്റി വാൽവ് തിയറി എന്നുള്ളത്. ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓപ്ഷനിൽ നോക്കുക വില്യം വെഡർബൻ. വില്യം വെഡർബൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ മാത്രം എങ്ങോട്ടേക്ക് പോവുക? ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോവുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്, സ്ഥാപകൻ, അതേപോലെ തന്നെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഏവോ ഹ്യൂം ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ പൂർണ്ണ നാമമാണ് ഏവോ ഹ്യൂം. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇനി INCയുടെ
നമുക്ക് ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അതാണ് WC ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജി എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥം അല്ലെങ്കിൽ പൂർണ്ണമായ നാമം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് WC ബാനർജിയാണ്. INCയുടെ ആദ്യ യോഗ സമ്മേളനത്തിലാണ് ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരില? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരില. എന്ന് വരെ എന്ന് ചോദിച്ചാൽ 1884 വരെ. അതിനുശേഷമാണ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന വ്യക്തിയാണ്. ദാദാഭായ് നവറോജി. ഇനി നമുക്കറിയാം എന്താണ് ഈ പറയുന്ന INCക്ക് ആ പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ അവിടെ പുതിയതായിട്ട് വന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പദമാണ്. ഈ പദം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ കടം കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്നാണ്. ഈ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അസംബ്ലി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു INCയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ ആണ്. ബോംബെയിൽ ഏത് സ്ഥലത്ത് വെച്ചാ ഇത് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാ? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. പക്ഷേ ഈ ഒരു സമ്മേളനത്തിന് വേദിയാകാൻ തീരുമാനിച്ചത് ഈ ഒരു നഗരമായിരുന്നില്ല, അത് പൂനെ ആയിരുന്നു. പൂനെയിൽ എന്താണ് പ്ലേഗ് എന്ന മഹാമാരി വന്നതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ പകർച്ചവ്യാധി വന്നതിനെ തുടർന്നാണ് എങ്ങോട്ടേക്ക് മാറ്റിയത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സയൻസസ് കോളേജ് എന്ന് പറയുന്ന കോളേജിലേക്ക് മാറ്റിയത്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ പ്രതിനിധികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. അതിലെ മലയാളി ആരാന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിലാണ് രൂപീകരിച്ചത്. ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു എന്നാണ് 1889. അതേപോലെ തന്നെ INCക്ക് എതിരായിട്ട് ഒരേ ഒരു സംഘടനയാണ് ഫോം ചെയ്തത്. ആ സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ സംഘടനയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അതും ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു വില്യം വെഡർബൻ. നമ്മുടെ സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസികയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 88 ഇംഗ്ലണ്ടിൽ INCയുടെ ഒരു ശാഖ ആരംഭിച്ച വ്യക്തിയായിരുന്നു വില്യം ഡഗ്ബി. അതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് വില്യം ഡഗ്ബി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോവാം. അതായത് മെയിൻ ആയിട്ടുള്ള ബാക്കിയുള്ള സമ്മേളനങ്ങളും ആദ്യത്തെ അധ്യക്ഷന്മാരും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് INCക്ക് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയൊക്കെ ഫോം ചെയ്ത് ആദ്യ സമ്മേളനമൊക്കെ നടന്നു. അതിനുശേഷം INCക്ക് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അപ്പോൾ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1908 മദ്രാസ് സമ്മേളനമായിരുന്നു. ഓർത്തു വെച്ചോ, കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1908 മദ്രാസ് സമ്മേളനമാണ്. ഓക്കെ, 1908 മദ്രാസ് സമ്മേളനത്തിനാണ് INCക്ക് ആദ്യമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആനന്ദമോഹൻ ബോസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഭരണഘടന വേണമെന്ന് പറഞ്ഞ സമ്മേളനം ചോദിച്ചാൽ 1908 സമ്മേളനമാണ്. അതേപോലെ തന്നെ കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ആനന്ദമോഹൻ ബോസ് ആണ്. 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് റാഷ് ബിഹാരി ഘോഷ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി എന്താണ് ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം 1908 അപ്പോൾ അതിന്റെ സമ്മേളനത്തിന് അധ്യക്ഷൻ ആനന്ദമോഹൻ ബോസ് ആണോ? അല്ല. ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണ്. ഓക്കെ, ആനന്ദമോഹൻ ബോസ് എന്താണ് ആദ്യമായിട്ട് ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത് ആനന്ദമോഹൻ ബോസ് എന്ന് പറയുന്നത് ആനന്ദമോഹൻ ബോസ്. ഓക്കെ, ഇനി INC സമ്മേളനത്തിന് ഡൽഹി ആദ്യമായിട്ട് വേദിയായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1918 INC സമ്മേളനത്തിന് ഡൽഹി വേദിയായത്. ഒരിക്കൽ PSC ചോദിച്ചേക്കുന്നതാണ് ഈ ഒരു ചോദ്യം, അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ്. INC സമ്മേളനത്തിന് ഡൽഹി വേദിയായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1918 INCയുടെ ഔദ്യോഗിക ഭാഷയായി
ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്തത്? ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ INC-യുടെ ഔദ്യോഗിക ഭാഷ വന്നു, ഭരണഘടന വന്നു. അപ്പോൾ എന്താണ് ഈ ഭാഷ തിരഞ്ഞെടുത്തത്, ഔദ്യോഗിക ഭാഷ ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനമാണ് 1925 കാൺപൂർ സമ്മേളനം എന്ന് പറയുന്നത്. നമുക്കറിയാം കാൺപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷ സരോജിനി നായിഡു ആണ്. അപ്പോൾ INC-യുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 1925 കാൺപൂർ സമ്മേളനം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവാണ് അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനും എന്ന് പറയുമ്പോൾ INC-യുടെ ഒരു കാര്യത്തിൽ അച്ഛനും മകനും എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഈ പറയുന്ന മോത്തിലാൽ നെഹ്റുവും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവാണ്. അവര് ഏത് സമ്മേളനത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു 1928 കൊൽക്കത്ത സമ്മേളനം, ജവഹർലാൽ നെഹ്റു 1929 ലാഹോർ സമ്മേളനം. ചോദിക്കാൻ വേണമെങ്കിൽ നല്ലൊരു ചോദ്യമാണ്. അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യ JB കൃപലാനിയാണ്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യ JB കൃപലാനിയാണ്. അപ്പോൾ ആചാര്യ JB കൃപലാനിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1932 ഡൽഹി, 1933 കൽക്കത്ത. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കയറി വരാം. അപ്പോൾ ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1932 ഡൽഹി, 1933 കൽക്കത്ത. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദിക്കാം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാ ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ്. അതേപോലെ തന്നെ എന്താണ്, രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 2017 ഡിസംബർ 16 കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെയാണ്? 1907 സൂററ്റ് സ്പ്ലിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സൂററ്റ് പിളർപ്പിനെയാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് സ്പ്ലിറ്റ്. ഇനി നമുക്ക് നോക്കാം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് നമുക്കറിയാം. ഏതാണ്? കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം അത് ഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. ഇനി INC-യുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് MA അൻസാരിയാണ്. ഓക്കെ, അപ്പോൾ INC-യുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? MA അൻസാരി. INC-യുടെയും അതേപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അതും വേണമെങ്കിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? മദൻ മോഹൻ മാളവ്യ. അപ്പോൾ INC-യുടെയും മുസ്ലിം ലീഗിന്റെ ആണെങ്കിൽ MA അൻസാരി, INC-യുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തിയാണെങ്കിൽ മദൻ മോഹൻ മാളവ്യയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അത് ഡഫറിൻ പ്രഭു ആണ്. ഓക്കെ, നമുക്കറിയാം INC-ക്ക് രൂപീകൃതമാകുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ്? ഹിന്ദുക്കളും അതേപോലെ തന്നെ മുസ്ലിങ്ങളുമാണ്. അതിൻ്റെ അത് മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമാണ് ഡപ്പ് എന്ന് പറയുന്നത്, ഡപ്പ് കൊട്ട്. അപ്പോൾ എന്താണ്, അന്ന് INC എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സംഘടന രൂപീകൃതമായപ്പോൾ ഡപ്പ് കൊട്ടിയാണ് അവർ വരവേറ്റതെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഡഫറിൻ പ്രഭു ആണ് INC ഫോം ചെയ്തപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഡഫറിൻ പ്രഭു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. അപ്പോൾ ലോർഡ് റാൻഡോൾഫ് ചർച്ചിലായിരുന്നു INC എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെച്ചോ. നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പോയിന്റ്സ് ഒന്ന് ഓടിച്ചു പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. അതായത് കോൺഗ്രസ് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം. കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം നമ്മൾ പറഞ്ഞു 1908 മദ്രാസ് സമ്മേളനമാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആനന്ദമോഹൻ ബോസ് ആണ്. അതേപോലെ തന്നെ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആനന്ദമോഹൻ ബോസ് അല്ല, ആരാ, റാഷ് ബിഹാരി ഘോഷാണ്. റാഷ് ബിഹാരി ഘോഷാണ്. അതേപോലെ തന്നെ ഡൽഹി ആദ്യമായിട്ട് വേദിയായത് 1918 INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ഹിന്ദുസ്ഥാനി ആക്കിയ സമ്മേളനമാണ് 25 കാൺപൂർ സമ്മേളനം. അതേപോലെ അടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവുമാണ്. 1928 കൊൽക്കത്ത സമ്മേളനം മോത്തിലാൽ നെഹ്റു, 1929 ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആചാര്യ JB കൃപലാനി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങളാണ് 32ലെയും 33ലെയും. 32ലെ സമ്മേളനം ഡൽഹിയിലാണ് നടന്നത്, 33 കൽക്കത്തയാണ്. ഇനി INCയുടെ ബ്രിട്ടീഷ് അതായത് INCയുടെ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ. ഓക്കെ, അപ്പോൾ 1938 ഈ കമ്മിറ്റി വന്നത്. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി, 85. ഇനി രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 2017 ഡിസംബർ 16. ഇനി കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂററ്റ് പിളർപ്പിനെയാണ്, അല്ലെങ്കിൽ സൂററ്റ് സ്പ്ലിറ്റ് ആണ്, 1907. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് നോക്കാം. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ ഡൽഹിയാണ്. ഇനി INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ MA അൻസാരിയാണ്. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. എക്സ്ട്രാ മാർക്കിന് വേണ്ടി പഠിക്കാനായിട്ട് ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. ഓക്കെ, ഇനി നമുക്ക് INCയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. അതായത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്, പട്ടാഭി സീതാരാമയ്യ ആണ്. പേരൊക്കെ ഓർത്തു വെച്ചോ, കാരണം ഈ പേര് നമ്മൾ വീണ്ടും എന്താണ് INCയുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്, പട്ടാഭി സീതാരാമയ്യ ആണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അതിന്റെ പേരാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പട്ടാഭി സീതാരാമയ്യ ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യ. ആരായിരുന്നു പട്ടാഭി സീതാരാമയ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, INCയുടെ ഔദ്യോഗിക ചരിത്രകാരനായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ആണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്, പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയതും പട്ടാഭി സീതാരാമയ്യ. ഇനി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്, അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. ഓക്കെ, കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഇങ്ങനെ തന്നെ ഒത്തിരി
എന്താണ് ഈ പറയുന്ന 10th ലെവൽ എക്സാംസ്, അതേപോലെ ഡിഗ്രി ലെവൽ എക്സാംസ്, അതേപോലെ LDC LGS ഒക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ചെന്നൈ ആണ്. അപ്പൊ ചെന്നൈയിലാണ് കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാണ്? കാദംബനി ഗാംഗുലിയാണ്. കാദംബനി ഗാംഗുലിയാണ് INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ കാദംബനി ഗാംഗുലി. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പണ്ഡിത രമാഭായി ആണ്. ഓക്കെ, അപ്പൊ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതയാണ് പണ്ഡിത രമാഭായി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജനാണ് D സഞ്ജീവയ്യ. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജനാണ് D സഞ്ജീവയ്യ. തുടർച്ചയായ 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ പ്രസിഡന്റാണ് റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്നത്. അപ്പോൾ തുടർച്ചയായ 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റാണ് റാഷ് ബിഹാരി ഘോഷ്. ഏതൊക്കെ സമ്മേളനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 1908 സമ്മേളനത്തിലാണ് തുടർച്ചയായിട്ട് INC പ്രസിഡന്റായ വ്യക്തി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷ്. കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഹക്കീം അജ്മൽ ഖാൻ. ഓക്കെ, അപ്പോൾ കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഹക്കീം അജ്മൽ ഖാൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ് സീതാറാം കേസരി. ഓർത്തു വെച്ചോ, പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ് സീതാറാം കേസരി. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാ? ചെന്നൈ ആണ്. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത ആരാണ് മക്കളെ? കാദംബനി ഗാംഗുലിയാണ്. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ചോദിച്ചാലോ? പണ്ഡിത രമാഭായി ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജനോ? D സഞ്ജീവയ്യാണ്. തുടർച്ചയായ 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യത്തെ പ്രസിഡന്റ് ആണ് റാഷ് ബിഹാരി ഘോഷ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1907 8 കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഹക്കീം അജ്മൽ ഖാൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ് സീതാറാം കേസരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെച്ചോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് INCയുടെ വിശേഷണങ്ങളാണ്. ഏകദേശം 10ഓളം വരുന്ന വിശേഷണങ്ങളാണ് INCയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. എക്സാമുകളിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിലും ഇത് ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഇത് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം INCയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്നുള്ള വിശേഷണം ആരാണ് അങ്ങനെ ഒരു വിശേഷണം നൽകിയത് എന്നുള്ളത് അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്തത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഡെഫറിൻ പ്രഭു ആണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു ആണ്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അടുത്തത് 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമരാവതി സമ്മേളനത്തെ 1897 3 ദിവസത്തെ തമാശ എന്ന് അമരാവതി സമ്മേളനത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ദത്തയാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമാണ് അശ്വിൻ കുമാർ ദത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് AK ദത്ത. അദ്ദേഹമാണ് 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ INCയുടെ ഒരു സമ്മേളനത്തിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര ദിവസം? 3 ദിവസമാണ്. അപ്പോൾ 3 ദിവസത്തെ തമാശ എന്ന് അമരാവതി സമ്മേളനത്തെ 1897 സമ്മേളനമാണ് അതിനെ വിശേഷിപ്പിച്ചത് AK ദത്തയാണ്. ഓക്കെ, അടുത്തത് യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് അത് അരബിന്ദ ഘോഷാണ്. കാരണം INC എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ നമുക്ക് സമത്വം അതേപോലെ തന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവരുടെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് യാചിച്ചാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ അരബിന്ദ ഘോഷാണ്. അടുത്തത് വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാണ്. അവധിക്കാല വിനോദ പരിപാടി. അടുത്തത് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ്. പ്ലേയിങ് വിത്ത്
ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത്. അടുത്തത് നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ പറഞ്ഞ വാക്കാണ് എന്ത്, നിഗൂഢതയിൽ നിന്നുമാണ് INC ഫോം ചെയ്തതെന്നുള്ളത്. അത് പട്ടാഭി സീതാരാമയ്യാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് നമ്മൾ പറഞ്ഞത് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന് ആമുഖം എഴുതിയ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടത്. കാരണം സ്ഥാപകനാണ്, ജനറൽ സെക്രട്ടറി ആണ്, പിതാവാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി നല്ല ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നുമാണ് INC ഫോം ചെയ്തതെന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലാല ലജ്പത് റായ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലാല ലജ്പത് റായ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് INCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിശേഷണങ്ങൾ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് INCയെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭു. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് AK ദത്ത. യാചകരുടെ സംഘടന എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ്. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലക്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാല്. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണെന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് എന്ന് പറഞ്ഞത് ഏവോ ഹ്യൂമാണ്. INC എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞത് ലാല ലജ്പത് റായ്. അതായത് സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി പഞ്ചാബ് സിംഹം. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ബേസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന സമ്മേളനങ്ങളാണ്. അപ്പോൾ പ്രധാന സമ്മേളനങ്ങളിലും അതിൻ്റെ അകത്ത് അധ്യക്ഷത വഹിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഒത്തിരി എക്സാമുകളിൽ ചോദിക്കാറുണ്ട് ഈ പറയുന്ന ഓരോ സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്, എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ കഴിഞ്ഞ അതായത് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സുകളിൽ പറഞ്ഞൊരു പോയിന്റാണ്. അതായത് INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്നുള്ളത്. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേരാണ് എന്ത്? ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. 1825 മുതൽ 1917 വരെയാണ് ദാദാബായ് നവറോജിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചത് ദാദാബായ് നവറോജിയാണ്. ഓക്കെ, അപ്പോൾ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദാദാബായ് നവറോജി ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്ന സംഘടന ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെയാണ്. ആരെന്ന് പറയുന്നത് ഗ്യാൻ പ്രസാരക് മണ്ഡലി. അതായത് മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദാദാബായ് നവറോജി ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡർ ആയിരുന്നു ദാദാബായ് നവറോജി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, അതായത് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയും ആര് തന്നെയാ? ഈ പറയുന്ന ദാദാബായ് നവറോജിയാണ്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ്. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റും ആദ്യ അഹിന്ദു പ്രസിഡന്റുമാണ് ദാദാബായ് നവറോജി. ബോംബെയിലെ
എൽഫിൻസ്റ്റോൺ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഓർത്തു വെച്ചോ, ബോംബെയിലെ എൽഫിൻസ്റ്റോൺ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം. ഏറ്റവും കൂടുതൽ PSC അത് എക്കണോമിക്സിലും ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗത്തും ചോദിക്കാറുള്ളതാണ്. അതായത് ബ്രെയിൻ തിയറി, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, അതായത് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ദാദാഭായ് നവറോജിയുടെ പ്രമുഖ സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത് മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ ഇത്രയും വിശേഷണങ്ങളൊക്കെ ആരിൽ നിക്ഷിപ്തമാണ്? ഈ പറയുന്ന ദാദാഭായ് നവറോജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരായിരുന്നു മക്കളെ എന്ത്? ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്നത്. ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടനിലെയും ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡർ ആയിരുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയ വരുമാനം പ്രതിശീർഷ വരുമാനം ആദ്യമായി കണക്കാക്കി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ്. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റും ആദ്യ അഹിന്ദു പ്രസിഡന്റുമാണ്. ബോംബെയിലെ എൽഫിൻസ്റ്റോൺ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുണ്ടാക്കിയ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് അദ്ദേഹമാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നിലവിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച INC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ INC-യുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, അധ്യക്ഷൻ ആരൊക്കെയാണ്, എവിടെ വെച്ചാണ് ഈ സമ്മേളനം നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് എന്താണ് ഇപ്പോൾ 1897 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അതേപോലെ തന്നെ INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വിദേശി ആരാണ്? അതേപോലെ തന്നെ എന്താണ് INC-യുടെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരൻ ആരാണ്? ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ് ആരാണ്? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന INC-യുടെ സമ്മേളനങ്ങളും അതേപോലെ തന്നെ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വേണമെങ്കിൽ നമുക്കതൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും മൊത്തമായിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് എന്താണ് നിലവിൽ ഞാനിവിടെ ഇല്ലാത്തൊരു സാഹചര്യമായിപ്പോയി. അതുകൊണ്ടാണ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ഒരു ദിവസത്തെ നമ്മൾ മുടങ്ങിയത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. പുതുവത്സരമാണ്. അപ്പോൾ 2025 നിങ്ങളുടെ ഒരു വർഷമായി മാറട്ടെ. എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം അതൊരു നിങ്ങൾക്ക് എന്താണ് സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ അവൈലബിൾ ആണ്. ഇനിയും ജോയിൻ ചെയ്യാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഇന്ന് വൈകിട്ട് 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ അകത്തും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. 10th ലെവൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊക്കെ പഠിച്ച ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത്രയും നാളത്തെ ക്ലാസ്സുകൾ, അതായത് LDC-യുടെ റാപ്പിഡ് റിവിഷനും LDC ക്ലാസ്സുകളും കണ്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ
75 മാർക്കിന് മുകളിലേക്ക് അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഇങ്ങനെ തന്നെ തുടർന്ന് പോകും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്താണ് നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കാണുക എന്നുള്ളതും അതേപോലെ റിവിഷൻ ചെയ്യുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ഒത്തിരി എന്താണ് ബുദ്ധിമുട്ടും ഉണ്ട്, അതേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും അതിൻ്റെ PDF നോട്ട് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അത്ര സിൻസിയറായിട്ട് തന്നെ എന്ത് ചെയ്യുക, കാണാനായിട്ടും അതേപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.